ഇത് കണ്ടോ, എന്ത് രസമുള്ള ഒരു സ്വീറ്റ് ഡിഷാണ് നോക്കിയേ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. AJS ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ക്യാരറ്റ് കൊണ്ടാണ് ഈ സ്വീറ്റ് ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്രേറ്ററിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ക്യാരറ്റും ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഞാൻ ഈ ക്യാരറ്റ് ഫുള്ളും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്ക് ആകാനായിട്ട് ഞാൻ പിന്നെ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ബട്ടർ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടറിൽ കിടന്ന് ഈ നമ്മുടെ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് കുക്കായി വരും. സോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിലോട്ട് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കിടന്നൊരു 3 to 4 മിനിറ്റ്സ് ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു മീഡിയം റേഞ്ചിലുള്ള ഒരു മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാനായിട്ട് പിന്നെ നമ്മൾ ഓറഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് ഒരു ഓറഞ്ച് നമുക്കിതുപോലെ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. നമ്മൾ അവസാനം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹാഫ് മതിയാകും. അതിൽ നമ്മൾ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ ജ്യൂസ്. അപ്പോൾ ഇതിന് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ ബിസ്ക്കറ്റ്സ് വേണം. അപ്പോൾ അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ്സ്, ഏതെങ്കിലും ബിസ്ക്കറ്റ് മതി. അധികം മധുരമൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 20 ബിസ്ക്കറ്റ്സ് ഇതുപോലെ എടുത്ത് നമ്മുടെ സാധാരണ മിക്സിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ്, അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട് ഉണ്ട്. അപ്പോൾ ആൽമണ്ട് ഞാൻ ഒരു പിടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂ ഉണ്ട്, അതും ഒരു പിടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പയ്യനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം. ഭയങ്കര സ്പീഡിൽ അങ്ങനെയൊന്നും അടിച്ചെടുക്കണ്ട, ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇതുപോലെ ഞാനെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മധുരം ഭയങ്കര കുറവായിട്ട് തോന്നി. അപ്പം ഞാനത് കാരണം ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ഒരു 6.5 ടേബിൾ സ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ആ ഓറഞ്ചിൻ്റെ നീരും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അത്ര മതി. ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോളായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് നമ്മളിത് കോക്കനട്ടിൻ്റെ പൊടിയാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതിലോട്ട് നമ്മളിതുപോലെ ബോൾസ് ആക്കി ആഡ് ചെയ്തിട്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കാണാനൊരു ഭംഗിയാണ്, പിന്നെ ഒരു ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിതുപോലെ ബോൾസായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മളിതുപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1 ഹവറെങ്കിലും വെക്കണം. അതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല രസമാണ് അത് കഴിക്കാനും. ഇതൊരു വെറൈറ്റി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്കിനി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് AJS ക്രിയേറ്റീവ് വേൾഡ്.